ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകളില്ല, എന്നാലും സോഷ്യൽ മീഡിയയിൽ വരുന്ന ശക്തമായിട്ടുള്ള റൂമേഴ്സ് അനുസരിച്ച് ഏപ്രിൽ 27 നിന്നും എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഏപ്രിലോട്ട് എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഏപ്രിലോട്ട് എത്താനുള്ള സാധ്യത ഒരു കാരണവശാലും ഏപ്രിലോട്ട് എത്തില്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ് വന്നിരിക്കുകയാണ്. കാരണം ഇപ്പം ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ഒരു വലിയ ചിത്രം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് നസ്രീർ നായകനാകുന്ന ചിത്രം ഏപ്രിൽ 3 റിലീസാവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നും ഈ സിനിമ ഇത്രയും വലിയൊരു സിനിമയെ കൊണ്ടൊരു ക്ലാഷിന് വേണ്ടി ആരും തയ്യാറാകില്ല. അതുപോലെ തന്നെ ഏപ്രിൽ 3 5 അല്ലെങ്കിൽ 10 ബസൂക്ക, ഗുഡ് ബോയ് അഗ്ലി അങ്ങനത്തെ സിനിമകൾ വരുന്നതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് എമ്പുരാൻ റിലീസ് ചെയ്യില്ല. കാരണം ഇത് കൂട്ടത്തിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ചിത്രത്തിന് മാത്രമേ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത്ര ബഡ്ജറ്റ് ഉണ്ട്, മോഹൻലാൽ ചിത്രമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഏപ്രിലിൽ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസ് നോക്കണ്ട. മാർച്ച് 27 മാറ്റിക്കഴിഞ്ഞാൽ ഒന്നീ ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ മെയ് മാസം മാത്രമേ ഈ സിനിമ റിലീസാകാനുള്ള സാധ്യതയുള്ളൂ. അത്രയും വലിയ വലിയ റിലീസുകൾ ഏപ്രിലുണ്ട്. മെയിലോട്ട് എത്തിയാൽ പോലും റിലീസ് ഇഷ്ടം പോലെ ആണെങ്കിൽ ഒരു സേഫ് ആയിട്ടുള്ള നോക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും. കാരണം ഇത് 27 ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തില്ലെങ്കിൽ ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് നല്ല രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഏപ്രിൽ 27 എന്ന് പറയുന്നത് സേഫ് ആയിട്ടുള്ളൊരു സമയമായിരുന്നു. വേറെ റിലീസുകളില്ല. മാർച്ച് ഏപ്രിൽ മാസം 3 ആലപ്പുഴ ജിംഖാന റിലീസ് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം എന്താണെന്ന് അറിഞ്ഞൂടാ. ഈ 27 റിലീസ് ആയില്ലെങ്കിൽ, അഥവാ എമ്പുരാൻ 27 റിലീസാകാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ അത് മെയ് മാസത്തിലോട്ട് നോക്കിയാൽ മതി. അല്ലാതെ ഏപ്രിൽ മാസത്തിൽ ഒരാഴ്ചയൊന്നും നീട്ടി റിലീസ് ഡേറ്റ് വയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണ് ആ ചിത്രങ്ങൾ, വേറെ വലിയ വലിയ ചിത്രങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊന്നും ഈ സിനിമയ്ക്ക് കൊണ്ടു നിർത്താൻ പറ്റൂല. ഈ സിനിമ അത്രയും എത്ര നല്ല സിനിമയെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഇതിനേക്കാൾ ഒരുപടി മുകളിൽ ഈ ചിത്രങ്ങളിൽ ഏതൊരു ചിത്രം നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആലപ്പുഴ ജിംഖാനയോ ബസൂക്കയോ ബഡക്ലിയോ അങ്ങനെ വലിയ വലിയ ചിത്രങ്ങൾ മരണമാസം തൊട്ട് ടോവിനോ പ്രൊഡക്ഷൻ ചെയ്തിട്ട് നമ്മുടെ ജനപ്രിയ നായകനായ ബേസിൽ ജോസഫ് നായകനാകുന്ന സിനിമ, ഇതിൽ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് എമ്പുരാനേക്കാളും കൂടുതൽ നല്ല റിവ്യൂ കിട്ടുകയാണെങ്കിൽ ആ സിനിമയായിരിക്കും എമ്പുരാനേക്കാളും മുകളിൽ പോകാൻ പോകുന്നത്. അല്ലാതെ ഈ ഒരു 150 മുടക്കി ഒരു ആൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അയാൾ മോഹൻലാലിൻ്റെ സിനിമ എടുക്കണോ അതോ മികച്ച സിനിമയ്ക്ക് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മികച്ച സിനിമയ്ക്ക് പോകണമെന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുള്ളൂ. അതുകൊണ്ട് ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ 27 റിലീസാകാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ മെയ് മാസത്തിലോട്ട് നോക്കിയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമസ്കാരം.